രംഗം കണ്ടില്ലേ? എന്ത് ഭയങ്കര ഒരു രംഗമാണ്. അപ്പോൾ കണ്ടു, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഏതായാലും ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഒരു കാസറ്റ് മനുവായി ഇപ്പം മാരുതി കാസറ്റിൻ്റെ കാസറ്റ് ഇറക്കാറുണ്ട്, കബീറും മറ്റേ സദീഖൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കാസറ്റ് ഏത് കാസറ്റ് ഇറക്കിയാലും ഇപ്പോൾ ഒരു ഏതെങ്കിലും ഡിവോഷണൽ സോങ് ഇറക്കുവാണെങ്കിൽ മാത്രം അവരുടെ ഇപ്പം അതിനകത്ത് ഞാൻ ജാഫറിനോട് പറയുന്ന വിചാരിച്ചൊരു കാര്യം, എൻ്റെ മാരുതി കാസറ്റ് എന്ന് പറഞ്ഞാൽ അത് കബീറും സതീഷ് ബാബുവും കൂടി പറഞ്ഞ ആളാണ്. പക്ഷെ ഒരു മുസ്ലിമാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തിഗാനങ്ങളും കൊടുങ്ങല്ലൂർ ഭക്തിഗാനങ്ങളും പറശ്ശിനിക്കടവും മുത്തപ്പന്റെ പാട്ടുകളും ഗുരുവായൂരപ്പന്റെ പാട്ടുകളും ഏറ്റവും കൂടുതൽ ഇറക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് അതൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു വഴി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം ജാഫർ തന്നെ നേരത്തെ അമ്പലങ്ങളിലെ പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ടാണ് പാടുന്നത്. അത് കേട്ടപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം, ഒരു കുളിർമയും തോന്നുന്നു. ഒരു പക്ഷേ ഈ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും എന്താ പറയാ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല കൂട്ടായ്മയോട് കൂടിയിട്ട് പോകണം എന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് മൊത്തം പ്രശ്നങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സഹോദരിമാരെ അല്ലെങ്കിൽ എല്ലാവരും സ്വന്തം അനുജന്മാരെ പോലെ കണ്ടുകൊണ്ട്, അച്ഛനമ്മമാരെ പോലെ കണ്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലങ്ങളിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം മുകേഷ് ഏട്ടൻ പറഞ്ഞില്ലേ, പിന്നെ കയ്യിൽ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്, അതായത് കലാകാരന്മാരുടെ കയ്യിലേക്ക് ഭരണം കൊടുക്കാൻ. അതായത് കലാകാരന്മാർ ഭരിക്കട്ടെ, എല്ലാ കലാകാരന്മാരുടെ കയ്യിൽ ഇവിടെ യാതൊരുവിധ അലോക്യം വഴക്കമൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവരും അവരുടെ സ്വന്തം ആൾക്കാരെ പോലെയാണ്. പിന്നെ നമുക്ക് ജാതി നോക്കിക്കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? ഇന്നത്തെ ജനറേഷൻ ചെയ്യേണ്ട ഒരു ഒറ്റ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇനി വരുന്ന തലമുറ ഇതിനൊരു പോംവഴി കണ്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം കട്ടപ്പോയോ, പ്രത്യേകിച്ച് കേരളം. ഒരിക്കലും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഞാൻ പറയാണ്, ജാഫർ പാടിയ പാട്ടെന്ന് പറഞ്ഞു, ഞാനും പാട്ടുകളൊക്കെ പാടാറുണ്ട്. എൻ്റെ പാട്ടുകളിൽ ഒരുപാടും മുസ്ലിം ഭക്തിഗാനങ്ങൾ ഞാൻ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങൾ ചെലവാകുന്നതും മലപ്പുറം, കോഴിക്കോട് അങ്ങനെയുള്ള ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോഴും ചെല്ലണേ എല്ലാവരും ചോദിക്കും, അടുത്ത കാസറ്റ് ഏതാണ് എന്ന് ചോദിക്കും. അടുത്ത പാട്ട് ഏതാണ് പാടുന്നത് എന്ന് ചോദിക്കും. അത്രയും ഇഷ്ടമുള്ള ആൾക്കാരാണ് അവർ. അങ്ങനെ ഒരു ഇത് നോക്കിയിട്ടല്ല അവർ. എനിക്ക് ഓർമ്മ, ഞാൻ ഗൾഫിൽ പോയപ്പോൾ പാടിയ പാട്ട് ജിമ്മി ഉണ്ടായിരുന്നു, ജിമ്മിയൊക്കെ പാടിയ പാട്ട്. പക്ഷെ ഞാൻ വരി തെറ്റാണ്, തെറ്റാണെന്ന് അറിയില്ല. അന്ന് പാടിയൊരു ഇതറിയാം, വരി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. മായിടമോള അല്ലല്ല, യാ നബി യാ റസൂൽ സലാമലൈക്കും. സലാമലൈക്കും അല്ല, അങ്ങനെ പാടുമ്പോ സലാമലൈക്കും വരില്ല, സലാമലൈക്കും അങ്ങനെയാണോ വരാ? അസ്സലാമലൈക്കും എന്ന് പറയാൻ പറ്റില്ല, അസ്സലാമലൈക്കും. അപ്പൊ അസ്സലാമലൈക്കും എന്ന് പറയുന്നത് സലാമലൈക്കും എന്ന് പാടിപ്പോ. അങ്ങനെ ചില വാക്കുകൾ നമുക്ക് അറബിയുടെ കിട്ടില്ലെന്നോ. പക്ഷെ അതിനകത്ത് ചില വരികൾ മക്കംബിറൈന്ദറാജറാം പുകൈന്ദൂതറാം ഹക്കുലിയത്തി മിൻ ശിർമണി ഹസീമിൻ വംശ കൺമണി അറുവാക്കുകൾ കദീപതി അഷറഫുൽ സയ്യദി. എനിക്ക് അറബി അറിയില്ല, എന്നോ അന്ന് പാടി. ഞാനേ രാവിലെ എഴുന്നേറ്റപ്പോ സന്തോഷ വാർത്ത, നമ്മുടെ കലാഭവമണി പുള്ളി വിളിച്ചേക്കണ്, പുള്ളി ഒന്ന് കാണണമെന്നും പറഞ്ഞിട്ട്. ഞാൻ വിളിച്ചല്ല, നീ വിളിച്ചിട്ടാ? അതെ, പുള്ളി ഞാൻ വിളിച്ചേ. അപ്പൊ വിളിച്ചപ്പോ ഇവിടെ അടുത്തുണ്ട്, ഇവിടെ കളപ്പുറക്കലുണ്ട്, എല്ലാരും ഉണ്ട് ഇവിടെ, ഒത്തിരി ഇടന്മാരുണ്ട്. ശരിയൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതെ, പുള്ളി ഇപ്പൊ പുള്ളി മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പൊ ഒന്ന് എന്താന്ന് ചോദിച്ചേട്ടെ, അഭിനയം ഒന്നും പറഞ്ഞു കൊടുക്കാനായിരിക്കുള്ളൂ. നമ്മുടെ പയ്യനാ. ശരി. അപ്പൊ എന്നോട് പറഞ്ഞ കേട്ടല്ലോ, വെക്കേഷനിൽ ഏത് ലൊക്കേഷനിലായിരുന്നു? വെക്കേഷനിൽ ഞാൻ ഈ ലൊക്കേഷനിലായിരുന്നു. സാറ്റിസ്ഫാക്ഷൻ ആയി? പിന്നെ എല്ലാം ഫാഷനല്ലേ. എങ്ങനെയാ ആക്ഷൻ? പിന്നെ ആക്ഷനും എല്ലാം മൊത്തത്തിൽ നിപ്പ് കണ്ടിട്ട് ഒരു ബ്ലാക്ക് കാറ്റ്സിന്റെ ഒരു കട്ടുണ്ടല്ലേ. ബോഡിഗാർഡ് എല്ലാം ഉണ്ട് ആണല്ലേ. എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ പോകും? കാര്യം ഉഷാറായി പോകണം. ഞാന് സാധനം കണ്ടിട്ട് കുറെ നാളായിട്ടാ, ഒത്തിരി നാളായി. ഞാൻ പലപ്പോഴും കാണാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഞാൻ വന്നപ്പോ തന്നെ വിചാരിച്ചു കുറച്ച് ചോദ്യങ്ങളും കൂടുതൽ സംശയങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സംശയം ഉണ്ടാവും ഇപ്പോഴും, അങ്ങനെയല്ല, ചോദ്യം കുറവായിരിക്കും, സംശയങ്ങളാണ് എനിക്ക് കൂടുതൽ. കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്ന സംശയം എങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ സംശയങ്ങൾ. ഈ മണിയറ എന്ന സിനിമ കണ്ടപ്പോഴും മനത്ത് മണി ഉണ്ടാവുന്ന എഴുതിയിട്ടാണ് ഞാൻ പോയി കണ്ടത്. അന്ന് 76 ഈ 64 എനിക്ക് തോന്നുന്നു, 64-68 മണിച്ചിത്രത്താഴ് നോക്കി അതിനകത്തും കണ്ടില്ല. ഈ മണിവത്തൂല ആര്യശിവരാത്രി നോക്കി അതിനകത്തും കണ്ടില്ല. പക്ഷെ മണിക്കൂടാരത്തി വന്നപ്പോ അന്നുണ്ട്. പിന്നെ മണികിലിക്കം അന്ന് വീട്ടിൽ ഞാൻ വന്നപ്പോ മണിക്കൂടാരത്തിലുണ്ടായി. പിന്നെ മണികിലിക്കത്തിലുണ്ട്. പിന്നെ നിക്കടാമണി നടക്കട അവിടെ കൊട്ട് മണി ഒന്നായി മണിച്ചേട്ടൊന്നും കാണാനൊന്നും ഉണ്ടാറില്ല. പിന്നെ അങ്ങനെ കുറച്ച് പടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആകെ കണ്ടതും കേട്ടതും ഈ മണിവീണ മീട്ടുമ്പോൾ എന്നുള്ള പരിപാടി
സത്യം പറയട്ടെ, നമ്മള് ഒരുപാട് നാളുകൾ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നിനക്ക് പ്രാന്തായെന്ന് പറയുന്നത് തോന്നി. കാരണം പറയുന്നത് ഒരു പരസ്പരം ബന്ധമില്ലാണ്ട് സംസാരിച്ചപ്പോഴേ. മറ്റേ പടത്തിൽ എന്താ മണിയറയും മറ്റേ മണിമത്തൂല ആര് ശിവരാത്രി ഉണ്ടായില്ലല്ലോ. മണിയറ നടക്കുമ്പോൾ ഞാൻ ഈ അണിയറയിലല്ലായിരുന്നേ. ഇല്ല അന്നില്ല, ഉണ്ടല്ലോ. എന്റെ അച്ഛൻ എന്നെ ചിന്തിച്ചിട്ട് പോയില്ല. നീ എന്ത് പറഞ്ഞത്, എന്തൊക്കെയാ പറഞ്ഞത്? അല്ല, സാധാരണ മണി എന്നുള്ളൊരു വാക്കുണ്ടെങ്കിൽ ആ സ്ഥലത്തൊക്കെ താങ്കൾ ഉണ്ടാകാറുണ്ട്, കാസറ്റുകളിലൊക്കെ ഉണ്ടാകാറുണ്ട്. എനിക്കൊരു സംശയം, ഇനി മണി എന്നുള്ള പേര് ഇട്ടിട്ട് പുള്ളി അത് ഞാൻ വീണ്ടും വീണ്ടും കണ്ടു. എന്നിട്ടുണ്ടായില്ല. സാറില്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ മരുന്ന് ചോദിച്ചാൽ സന്തോഷം കൊണ്ടാണ്ട, സന്തോഷം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് രോമം എഴുന്നേറ്റ് വന്നിട്ട് കാവടി ആടണമായിരുന്നു. കാവടി ആടണോ? അതാണ് ഞാൻ പോയപ്പോ 2-3 രോമ അങ്ങോട്ട് പോണ്. അപ്പൊ പറയാം, ഇത് സാജൻ വള്ളൊരുത്തിരി രോമാണ്, കാവടി ആടി പോണ. എങ്ങനെയാണ് അമ്മ മരിച്ചിട്ട് എത്ര ദിവസമായി? ഇത്ര മാസങ്ങളായി, ഒരു 5-6 മാസമായി. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കിട്ടില്ല ആ സമയത്തുള്ള. സാജൻ അമ്മയെ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം അമ്മ മരിച്ചു എന്നല്ല കേട്ടെ, എവിടെയോ ഒരു വിങ്ങലിൻ്റെ ശബ്ദമാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാജൻ എനിക്ക് വരാൻ പറ്റില്ല, പക്ഷേ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു കലാകാരനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കാൻ കാരണം. മക്കള് 2 പേരുണ്ട് ഇപ്പം. 2 പേര്. മൂത്താള് പഠിക്കണം, ഇളയാൾ എന്നെ ഒരു പാഠം പഠിപ്പിക്കണം. ഭാര്യ വീട്ടിലുണ്ട്. ഭാര്യയുടെ പേര് ഷിജില. ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ്. പിന്നെ പോണു. ഇടക്ക് ഇപ്പോൾ പ്രോഗ്രാം സീസൺ ഒരുതും മാറിക്കണില്ല. ഇപ്പം ഈ സാമ്പത്തിക മാന്ദ്യം കാരണം, ദാമ്പത്യമല്ല പ്രശ്നം, സാമ്പത്തികമാണ് പ്രശ്നം. നമുക്ക് അത് കാരണം ഈ ചില പരിപാടികളൊക്കെ കുറഞ്ഞു. പിന്നെ ഉള്ള സ്ഥലത്ത് നമുക്ക് ചെല്ലാൻ പറ്റുള്ള അവിടെ വേറെ ആൾക്കാരാണ്, കലാകാരന്മാർ വളർന്നു എന്നാണ് അർത്ഥം. സാജൻ ഒരു ഭയങ്കര കഴിവുള്ളൊരു വ്യക്തിയാണ്. കാരണം മറ്റുള്ള എല്ലാവരും സംസാരിക്കുമ്പോൾ വളരെ സ്ലോയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരുവിധപ്പെട്ട ഏറ്റവും കൂടുതൽ സ്പീഡിൽ സംസാരിക്കുന്ന ഒരാളാണ് സാജൻ. എനിക്ക് തോന്നുന്നു നമ്മുടെ എൻ്റെ കാസറ്റ് എത്രയോ കാസറ്റ് എഴുതിയിട്ടുണ്ട്. മണിച്ചേട്ട നിമ്മി വിളിക്കുന്നു, നിക്കട മണി നടക്കട വടക്കോട്ട്, ഉഗ്രം കാസറ്റ് ആയിരുന്നു. അതിനകത്ത് ഞാൻ ഇപ്പോഴാണ് ചോദിക്കേണ്ട, ഒരാള് മെന്റലായിട്ടുള്ള ഒരാള് വന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി എന്ന് ചോദിക്കണ്ടേ. പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ആ ചോദ്യം കേട്ടപ്പോൾ അതെനിക്ക് ഓർമ്മ വന്നത്. ചോദിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരാളെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് എൻ്റെ പേര് പറഞ്ഞു. എന്താ നിനക്ക് അസുഖം? അസുഖമൊന്നുമില്ല സാർ. എന്തത്? ഞങ്ങളൊക്കെ കടലിൽ പോയിട്ട് മരം വെട്ടി കിട്ടിയിട്ട് അല്ലേ, കടലിൽ പിന്നെ വെള്ളമായിട്ട് പോണ സമയത്താണ് ജീപ്പായിട്ട് വെള്ളം അടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നത്. കടലിൽ പോയിട്ട് മരം വെട്ടിയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ ഞങ്ങള്. എന്നിട്ട് അപ്പോഴാണ് പെട്ടെന്ന് ഫോൺ വന്നത്, എന്ത് അളിയന് ഓപ്പറേഷൻ വേണമെന്ന്. എന്നിട്ടോ നേരെ ഞങ്ങൾ പോയി കോർപ്പറേഷനിലേക്ക്. അന്നിനാ ഓപ്പറേഷൻ അല്ലേ? എന്നിട്ട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോഴോ സ്റ്റേറ്റ് ബാങ്കിൽ പോയി 1 കുപ്പി ബ്ലഡ്. സ്റ്റേറ്റ് ബാങ്കിൽ പോയിട്ട് 1 കുപ്പി ബ്ലഡോ? എന്നിട്ടോ ഭയങ്കര ദാഹം. അപ്പോഴോ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. എന്നിട്ട് തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു ടെസ്റ്റ് കിട്ടി. അപ്പോഴോ ദാഹം തീർന്നു. അപ്പോഴല്ല അളിയൻ പറഞ്ഞ അളിയൻ ബീറിൽ നിന്ന് പാറടിക്കാന്ന്. എന്നിട്ട് ബീറിൽ നിന്ന് പാറടിച്ചപ്പോൾ അവിടെ നിന്നപ്പോൾ ബില്ല് കണ്ണ് കണ്ടപ്പോൾ ബില്ല് തള്ളി പോയത്. അങ്ങനെ പറഞ്ഞ ഒരേ വാക്കാണ് ഇപ്പൊ വന്ന് പറഞ്ഞത്. ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അതന്ന് തലക്കസൂടായിട്ടല്ല, നമ്മുടെ സ്ക്രിപ്റ്റിന്റെ ഒരു ഭാഗമാണത്. എന്തായാലും സാജ ഈ പരിപാടി കാണാറുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഞാൻ കാണാറുണ്ട്. ഞാനതല്ലേ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കരഞ്ഞിട്ട് ശരിക്കും മണിപ്പായുടെ കഥയാണ്, അല്ലെങ്കിൽ അല്ല വേറെ ആളുടെ കഥയാണ്. എന്റെ അനുഭവം അല്ലല്ലോ. എന്റെ ഇവിടെ അല്ല കയറിയത്, കംപ്ലീറ്റ് ട്രൗസർ ആയിരുന്നു കയറിയത്. കാരണം കളസം കീറിയെന്നല്ല, ഇതെന്റെ വീടിന്റെ അടുത്തൊരു ലേഡീസ് ക്ലബ് ഉണ്ട്. അപ്പൊ ഈ ലേഡീസ് ക്ലബിന്റെ അവിടെ ഒരു സീസും ഉണ്ട്. സീസും ഇങ്ങനെ ഇരുന്ന് നിറങ്ങണത്, അതുമ്പോൾ കയറുന്നുണ്ടെങ്കിൽ നിറങ്ങാം. എൻ്റെ ട്രൗസർ ഞാൻ എല്ലാ ഇന്റർവ്യൂലൊക്കെ പറയാറില്ല, ചിരിച്ച് സന്തോഷമുള്ള ട്രൗസറാന്ന് പറയും. കാരണം ഈ ട്രൗസർ കീറിയിട്ട് കണ്ണട പോലെ ഇവിടെ കീറിയതുകൊണ്ട് സന്തോഷമുള്ള ട്രൗസറാണ്. കാരണം കീറാൻ കാരണം ഈ സീസോലിൽ നിന്ന് ഇറങ്ങിയിട്ടാ, അതിനകത്ത് സിമെന്റ് ഇട്ടിട്ടില്ല, പരുക്കം മാത്രമേ ഉള്ളൂ. ഈ ഇരുന്ന് നിറങ്ങുമ്പോ സോഫ്റ്റ് ആയിരിക്കും ഭയങ്കര. ചന്തിന്ന് തീ പോയ വ്യക്തി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേ അനുഭവമാണ് ആ കൊച്ചു പയ്യനെ പറ്റി എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ നമ്മൾ ഈ മണി വീണ മട്ടുമ്പോൾ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കാൻ പോകും സാജ. സാജന്റെ അല്ലെങ്കിൽ എൻ്റെ നമ്മ ഒരുമിച്ച് അഭിനയിച്ച ഒരു എത്ര പടം? വാൽക്കണ്ണാടി, ബാംബു ബോയ്സ്, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാനും സാജനും കൂടി അഭിനയിച്ച വാൽക്കണ്ണാടി എന്ന ചിത്രത്തിൽ എന്നെ കാണുമ്പോൾ വരുന്നൊരു രംഗമുണ്ട്. അമ്മയെ സുഖമാണ്, എനിക്ക് എൻ്റെ പ്രാന്ത് മാറിയോ എന്ന് ചോദിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് പ്രാന്തിനെ പറ്റിയാണ്. എന്തായാലും എനിക്കാണ് ആ പടത്തിൽ പ്രാന്തുള്ളത്, സാജന് ഇപ്പോഴും പ്രാന്തില്ല. നമുക്ക് ആ പ്രാന്തായിട്ട് അഭിനയിച്ച ആ പടത്തിൽ സാജൻ എന്നെ വന്ന് കാണുന്നൊരു സീനുണ്ട് വാൽക്കണ്ണാടി. ആ സീൻ്റെ അപ്പോൾ നമ്മൾ വാൽക്കണ്ണാടിയിൽ സാജനും ഞാനും കൂടി അഭിനയിച്ച സീൻ കണ്ടു. അങ്ങനെ ഞാൻ ഗസ്റ്റായിട്ട് ഗസ്റ്റ് അപ്പിയറൻസ് ആണ് തീർച്ചയായിട്ടും. പക്ഷെ ഞാനാണ് അതില് നായകൻ അല്ലേ? ഗസ്റ്റ് അപ്പിയറൻസ്. ശരി, വിളിച്ചിട്ടില്ല, ഡേറ്റിലാണ്ട് ആ വേഷം
ഇപ്പൊ തന്നെ 2 പടങ്ങൾ ചേട്ടാണ് വന്നേക്കണം. ആണല്ലേ? ചോട്ടൻ മുംബൈയില് സാജനെ വെച്ചിരുന്നെന്ന് പറഞ്ഞാൽ ലാലേട്ടന് പകരം ഇല്ലില്ല, അത് ഞാൻ നമുക്ക് ഡെയിലി ക്രാഷ് ആയതല്ലേ. ആരായിട്ട്? വേറെ ആരുമായിട്ട് ക്രാഷ് ആയി സംസാരത്തിൽ, അങ്ങനെ വിട്ടുകളഞ്ഞ. ആണല്ലേ? മാത്രമല്ല ഇപ്പൊ 2 പടം കളഞ്ഞിട്ട് വന്നേക്കണം. നാനെന്ന് വെട്ടിയെടുത്ത പടാ. ഭാഗ്യദേവതയെ കണ്ടിട്ടില്ല, മറ്റേ ഇതും നമ്മുടെ പുതിയ പാസഞ്ചറും കണ്ടിട്ടില്ല അല്ലേ? ശരി. അതിനിടയിലാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് മണിബായി ഇവിടെ ഉണ്ട്, അപ്പൊ അതിന് പറ്റിയ വ്യക്തിത്വമുള്ള ഒരാൾ വേണം, തന്റെ ഒരു ഇതുള്ള ധൈര്യത്തിന്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വരാം. ഇപ്പൊ പക്ഷെ ഞാൻ ആദ്യം കണ്ടതിനേക്കാൾ കളർ വെച്ചിട്ടുണ്ട് കേട്ടോ. താടിക്ക് പണിക്കൊന്നും പോകണില്ല. ഇപ്പൊ പ്രഷറില്ല, ഷുഗറില്ല, വർക്കില്ല. താടിക്ക് ഡൈ ചെയ്തിട്ടാണോ? ഇവിടെയൊക്കെ 3-4 വെള്ള രോമങ്ങൾ. കളറിന്റെ കാര്യം സംഗതി എനിക്കാണ് ആരോടൊന്നും പറയണ്ട. കറുപ്പിന് 7 ഇടകല്ലേ, ബാക്കി 91 വെളുപ്പിനായിരുന്നു. പിന്നെ എല്ലാവരും വെളുപ്പിന് കൊടുത്തു, വെളുപ്പം കാലത്ത് കൊടുത്ത എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, എന്തെങ്കിലും ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വാക്ക്, കുറച്ച് സാധനം എന്ന് പറയുമോ? മരുന്ന് കച്ചവടക്കാരൻ. അത് മതി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. നമ്മളിപ്പോ മിമിക്രിക്കാരനായിരുന്നേലും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വേഷം അതായിരിക്കും. ചാലക്കുടിയിലേക്ക് വന്നു നിൽക്കുന്നിടത്ത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ട് കുറെ പച്ചമരുന്നുകൾ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അത്തി ചെത്തി ചെമ്പരത്താഴ്ത്ത മരുന്ന് ചെറുതേ തേങ്ങ വേങ്ങ കായമ്പ് കറങ്ങിയട്ടപ്പ് കരിക്കും വെള്ളം ചകിരി ചട്ട ചമ്മന്തി മുതലാവ് ചേർത്തരച്ചതെല്ലാം ഓടിപ്പോകുന്ന പശുവിന് മുമ്പ് തൊഴുത്തി കിടക്കുന്ന പട്ടിയുടെ ബൗ ബൗ, അതുപോലെ വെളുത്ത കൂടിയുടെ കറുത്ത കൊക്കരക്കോ എല്ലാം കൂടി ചേർത്തരച്ചത് ആമവാദം, പിള്ളവാദം, തീവ്രവാദം എല്ലാ വാദങ്ങൾക്കും അത്തുത്തമാണ്. ഇത് തിളപ്പിച്ചാറ്റി വെള്ളത്തിൽ പോയി ചൂടാറി വെച്ചതിന് ശേഷം പിന്നെ 3 നേരം കഴിച്ചു കഴിഞ്ഞാൽ, കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് ശേഷം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇതിൽ പാവക്ക, വെണ്ടക്ക, മുരിങ്ങക്ക, മൂത്ത ഇക്കാക്ക അങ്ങനെ എല്ലാത്തിനും വെട്ടി വെച്ചിട്ട് തിളപ്പിച്ചാറ്റി കഴിച്ചാൽ മതി. അങ്ങനെ സാർ 2 ഉപ്പ് എടുത്താൽ 10 രൂപ, 1 ഉപ്പ് എടുക്കുന്നവർക്ക് ലാഭമുണ്ട്, 5 രൂപ. ഇതേപോലെ തന്നെ സാധന്റെ ഒരു ഇത് ഞാൻ കേട്ടിരുന്നു, ബസ് സ്റ്റോപ്പിൽ ബസ്സിനകത്ത് ബുക്ക് വെക്കല്. എന്തുകൊണ്ട് ഓർക്കണ്ടത്? ഷക്കിലേക്ക് വസ്ത്രങ്ങൾ അലർജി ആയത് എന്തുകൊണ്ട് അല്ലേ? പിച്ചക്കാരൻ അമ്മയെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? അമ്മയെന്ന് വിളിക്കുന്ന സുഖം തായെന്ന് വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ട് അല്ലേ? ആണ് പെണ്ണായി ജനിക്കാത്തത് എന്തുകൊണ്ട്? സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് എന്തുകൊണ്ട്? പോലീസ് പിടിക്കുമ്പോൾ നമ്മൾ ഇടിക്കുന്നത് എന്തുകൊണ്ട്? ഇടി കൊള്ളുമ്പോൾ കരയുന്നത് എന്തുകൊണ്ട്? കുറെ ചോദ്യങ്ങളുണ്ട്. ഈ തിരക്കിന്റെ ഇടയിൽ ഇതെല്ലാം കൂടി ഇത്രയും തിരക്ക് പിടിച്ച് വർത്താനം പറയലും എല്ലാം കൂടി ആകുമ്പോ. അതേമാതിരി എത്ര പാരഡി പാടിയുണ്ട്? പാരഡി കുറച്ച് പാടിയുണ്ട്. എന്താണ് പാരഡി? ഇല്ല, ഞാൻ വേറെ നോക്കിയ. അല്ല, പാരഡി എത്ര പാടിയുണ്ട്? പാരഡി കുറച്ച് പാട്ടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ തട്ടുമുട്ടിയിട്ട്. പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടില് പാരഡി എന്നാൽ ബോറടി മാറ്റണം, നല്ലൊരു കലയല്ലേ ഈ പാരഡി കേൾക്കാൻ കേരള നാട്ടിൽ നല്ലൊരു ജനമില്ലേ, ചിരിയുണ്ടേ കഥയുണ്ടേ ചിന്തിക്കാൻ വകയുണ്ടേ. ഇത് നമ്മൾ പറയണത് ഈ വലിയ ആളുകൾ എപ്പോഴും കാറിനകത്ത് വന്നിട്ട് രഹസ്യമായിട്ട് CD മേടിച്ചിട്ടുണ്ട് പോകും. രഹസ്യമായിട്ട് അതിനകത്തിരുന്ന് കയറിയിട്ട് കുലുങ്ങിച്ചിരിക്കും. കാറിൽ വെച്ചിരിക്കണം നമുക്ക് കാണാം. എന്നിട്ട് അത് കഴിഞ്ഞാൽ കിരി അങ്ങ് പിടിച്ചു കാണാറുണ്ടോ? നമ്മൾ പാരഡി ഒന്നും നമുക്ക് ഇഷ്ടമല്ല. ശരിയല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ എത്രയോ കാസറ്റുകൾ അങ്ങനെ. ചിരിയെ പറ്റി തന്നെ എന്നെ ഇത് ലാസ്റ്റ് പറഞ്ഞൊരു കാസറ്റ് ഉണ്ട്, മറ്റേ ആ ചിരി, ഈ ചിരി, ആ ചിരി, മറ്റേ ചിരി, മണിച്ചിരി, കൊലച്ചിരി, പുഞ്ചിരി, പൊട്ടിച്ചിരി, അങ്ങനെ കുറെ ചിരികളുണ്ട്. പക്ഷെ നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നതാണ് കലാഭവൻ മണിയുടെ അതാണ് മണിച്ചിരി. എന്തായാലും നമുക്ക് ഞാനും സാജനും കൂടി അഭിനയിച്ച ഒരു സീൻ അതിലുണ്ടാവും. നമ്മൾ ഒരുമിച്ചല്ലേ അഭിനയിച്ചു? ഞാൻ ആദ്യം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതം തോന്നി. കാരണം ഈ മണിച്ചേരൻ ഇപ്പോൾ പണ്ട് മുതൽ എനിക്ക് മണിച്ചേരൻ അറിയാം, ഏകദേശം 95 മുതൽ അറിയാം. എന്തിങ്ങനെയാണ് ഇതെന്നെ ഇടിക്കാനാണ്? 95 മുതൽ എനിക്ക് മണിച്ചേരനെ അറിയാം. കാരണം മണിച്ചേരനുമായിട്ടും എനിക്ക് സ്റ്റേജിൽ വരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഒത്തിരി ആളോട് മണിച്ചേരനെ കാണുമ്പോൾ രാവിലെ കാല് തടവാൻ രാവിലെ അവിടെ ഒരുപാട് പേര് മണിച്ചേരന്റെ സഹായം അഭ്യർത്ഥിക്കുന്നു. അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവിടെ കാല് തടവാൻ ആള് വന്നു. മൊത്തം നോക്കിയപ്പോ ഇപ്പൊ മൊത്തം ആള് മാറി, ഭയങ്കര സെറ്റപ്പായി വിചാരിച്ചല്ലേ? സെറ്റപ്പായി. ഇത് കൊണ്ടുപോയത് യുഗപുരുഷൻ എന്ന് പറഞ്ഞ പടാ, ഈ കാല് കൊണ്ടുപോയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ ഒരു പാടത്ത് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക കണ്ണൂര്. ഞാൻ ചാടിയപ്പോ അവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര കൈഡിയായിരുന്നു, കാലിലേക്ക് മണിച്ചോട്ടോ സൂപ്പർ എന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ വേദന മുകളിലേക്ക് പൊന്തി വന്നത്. നമ്മുടെ ഈ മോൻ വന്നിട്ടാണ് ദൂരിച്ചിലും കാര്യങ്ങളും. സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞോട്ടെ, എന്നാൽ ശരി, ഇനിയിപ്പോ നമ്മുടെ പ്രോഗ്രാം നടക്കുകയും ചെയ്യും, എന്റെ കാലിന്റെ വേദനയും മാറും ചെയ്യും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉഴിയുന്നത് വരെ കാണിച്ചത്, വേറെ ഒന്നും തെറ്റിയിരിക്കണ്ട. അപ്പൊ എനിക്ക് വ്യത്യാസങ്ങളൊന്നും പറ്റിയിട്ടില്ല, കാലിനൊരു വേദന ആയതുകൊണ്ടാണ്. എക്സ്റേ എടുത്തു, കുഴപ്പമൊന്നുമില്ല, ചിഹ്നലോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് ഒഴിഞ്ഞ് തന്നെ പോകണം. ആള് പറഞ്ഞ് കാലിന്റെ അടിയിലത്തെ നീര് മുകളിലേക്ക് വരണാണ്, അത് പോണെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞൊഴിഞ്ഞ് തന്നെ കളയണം. അടിയിലത്തെ നീര് മോളി തന്നെ. ഇവര് സാധാരണ ഇങ്ങനത്തെ ആൾക്കാർ ഒഴിഞ്ഞൊഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിഴിഞ്ഞ് എടുക്കാന്ന് പറഞ്ഞ വരുന്നത് അതല്ല. പക്ഷെ ഇതൊരു സത്യസന്ധമായിട്ട് ഒരാളാണ്, നമ്മുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ മണിച്ചേരൻ. ഞാൻ മണിച്ചേരൻ്റെ അടുത്ത് ചോദിക്കുന്നത് കുറച്ച് പ്രേക്ഷകരുടെ
പ്രതികരണങ്ങൾ. എന്ത് വേണം ചോദിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും മണിച്ചേട്ടനെ കാണുമ്പോൾ ചോദിക്കാൻ മടിക്കുന്ന കാര്യങ്ങൾ. കാരണം മണിച്ചേട്ടൻ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണല്ലോ, എന്തെങ്കിലും പറഞ്ഞ വാക്കുകളാണെങ്കിൽ. കാരണം ഒരുപാട് സ്റ്റേജിൽ മണിച്ചേട്ടൻ അനുഭവം ഉണ്ട്. കാരണം മണിച്ചേട്ടൻ ഇപ്പൊ സ്റ്റേജിൽ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും മണിച്ചേട്ടനെ കമന്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെല്ലുവിളിക്കും, നീ സ്റ്റേജിന്റെ ബാക്കിലേക്ക് പോടാ, അങ്ങനെയൊക്കെ പറയും. നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ അതെന്താ മണിച്ചേട്ടൻ പെട്ടെന്ന് പ്രതികരിക്കുന്നത്? അതുപോലെ തന്നെ മണിച്ചേട്ടൻ പെട്ടെന്ന് ഇമോഷണൽ ആവുകയും ചെയ്യും, പെട്ടെന്ന് കരയും. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം മനസ്സിനകത്ത് ഒന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. മനസ്സിനകത്ത് ഒന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവറും അതൊന്നും ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നിഷ്കളങ്കമായിട്ടുള്ളൊരു പ്രകൃതത്തിന്റെ ആൾക്കാർക്കാണ് അത്തരത്തിലുള്ളൊരു ഇത് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് മനസ്സ് പെട്ടെന്ന് കരയാനും ഒക്കെ പറ്റണത്. അത് എന്നെ അറിയാവുന്ന എല്ലാ ആൾക്കാർക്കും അറിയാൻ പറ്റുമോ, അയ്യോ എനിക്ക് മറ്റൊരാളുടെ വിഷമം കണ്ട പെട്ടെന്ന് കരയുന്ന ആളാണ്. അതുപോലെ തന്നെ ഒരാളെ ആവശ്യമില്ലാതെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ അതിൽ ഇടപെടുന്ന ആളും ചെയ്യണം. പല ദൂഷ്യങ്ങളും വരെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് ഒരു നല്ല മനസ്സിന്റെ അല്ല. കാരണം ഇപ്പോൾ സ്റ്റേജിൽ ഒരു വലിയൊരു മാസ് ഓഡിയൻസ് ഇരിക്കും, അതിനകത്ത് ഒരാളെ വെല്ലുവിളിക്കും. മനുഷ്യൻ അങ്ങനെ പേടി അങ്ങനെയുള്ള കാര്യം എന്തിനു പേടിക്കണം? മനുഷ്യൻ ജനിച്ചു ഒരിക്കൽ മരിക്കണം. അതിപ്പോ ഞാൻ എപ്പോഴും പറഞ്ഞാൽ 2 ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ 1 അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അത് ബാങ്കിലിട്ട പോലെ ഇരിക്കും. അത് ഭൂപണ ബാങ്കാണോ ഏത് ബാങ്കാണോ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ അതിന്റെ ആവശ്യമില്ല. നമ്മൾ തല്ലു പിടിക്കാൻ നടക്കുന്ന ആളല്ലല്ലോ. നല്ല മനസ്സായതുകൊണ്ട് അവരായിട്ട് ഇങ്ങനെ എന്താ പറയാ, ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇപ്പൊ മിക്ക ആൾക്കാർ ചില സ്റ്റേജിലൊക്കെ ചെല്ലുമ്പോൾ ചില ആൾക്കാർ വെള്ളമടിച്ചിട്ടൊക്കെ പറയാം മറ്റേ പാട്ട് പാടാൻ. അപ്പൊ ഞാൻ പറഞ്ഞ നീ വേർന്നു വെള്ളം ചാത്തൻ സാധനം അടിച്ചിട്ട് മറ്റേ പാട്ടാ. അങ്ങനെ നമ്മൾ ഒരു സന്തോഷമാണ്. കഴിഞ്ഞൊരു ദിവസം കൊല്ലത്തൊരു സ്റ്റേജിൽ മണിച്ചേട്ടൻ പറഞ്ഞു, വേലായുധ നിന്നെ കാല് വെച്ച് പറഞ്ഞല്ലേ, അന്നുണ്ടായില്ലേ? അന്ന് അത് നല്ലൊരു വേലായുധനായിരുന്നല്ലേ, ഒരു രക്ഷയില്ലാത്ത വേലായുധ. നമുക്കത് ഞാൻ പറഞ്ഞില്ല, അത് എനിക്ക് ആളുകളായിട്ട് ഭയങ്കര അടുപ്പം വരണമെന്ന് ചിന്തിക്കുന്ന ആളാണ്. എനിക്ക് എല്ലാവരുമായിട്ട് അടുത്ത് ഇടപഴകണം, അവരുമായിട്ട് ഭയങ്കര സൗഹൃദത്തിൽ പോകണം. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ വീട്ടിൽ ഉള്ള ഒരാളെ പോലെ അവർക്ക് തോന്നുള്ളൂ, തൊട്ടടുത്ത് നമ്മളായിട്ട് ഇടപഴകുന്ന ഒരാളായിട്ട് തോന്നുള്ളൂ. അത് പ്രോഗ്രാം കഴിയുമ്പോൾ എത്രയോ ആളുകൾ വന്ന് അങ്ങനെ തന്നെ സംസാരിക്കുന്നു. കലാഭവനിലൊക്കെ ഉള്ളപ്പോൾ അറിയാലോ, രഞ്ജിത്തും ഞാനും നമ്മൾ എത്ര വർഷം ഉണ്ടായിരുന്നു? നമ്മള് ഗിന്നസില്, കൊച്ചി ഗിന്നസില് വണ്ടി ഇടിച്ചതോടുകൂടി അവിടെ നിർത്തി. ഞാൻ അങ്ങോട്ട് ആ വണ്ടി ആക്സിഡന്റിലാണ് ഞാൻ സല്ലാപത്തിൽ കയറിയെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞാൻ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല, പാലക്കാട് ഇറങ്ങി ഞാൻ. അല്ല, മണിച്ചേട്ടൻ ചാലക്കുടി ഇറങ്ങി. മണിച്ചേട്ടൻ വേണ്ടിട്ട് അതന്നെ. അന്ന് ഒരു പയ്യനും മരിച്ചു അല്ലേ, നമ്മൾ ഡ്രൈവറും മരിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കണ്ട്. സല്ലാപം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എനിക്ക് ചാൻസ് കിട്ടുന്നു. അതെ, വിനോദശാല കഴിഞ്ഞിട്ട്. അയ്യോ ഞാൻ അത് കറക്റ്റ് അത് അവരെ അപകടത്തിൽ കൂടെ ഒരാൾ മരിക്കുകയും പിന്നെ ഞാനിരുന്ന സീറ്റിലാണ് അദ്ദേഹം വന്നിരുന്നതെന്നൊക്കെ പറഞ്ഞ. അല്ല, ഞങ്ങളെല്ലാം അങ്ങ് എറണാകുളത്തേക്ക് പോയി. മണിച്ചേട്ടൻ ഇവിടെ ഇറങ്ങി ഇരുന്ന സീറ്റിൽ ആ ഡ്രൈവറെ മരിച്ചല്ലേ, ഡ്രൈവറെ മരിച്ചു നമ്മുടെ അങ്കമാലി കരയാമ്പറമ്പ് പാലത്ത്. അപ്പൊ അതിന് എനിക്ക് ക്ലെയിം കിട്ടി കേട്ടോ. പിന്നെ ഒരു ആക്സിഡന്റ് ആണെങ്കിലും എനിക്ക് കിട്ടുന്ന ക്ലെയിമൊക്കെ ഇങ്ങനെയായിട്ട് കിട്ടണേ, എനിക്ക് ക്ലെയിമായിട്ട് ഇങ്ങനെ കിട്ടണെന്ന് പറയാ. പക്ഷെ എന്തോ നമ്മൾ എത്രയോ ആൾക്കാരല്ലേ, എനിക്ക് ഭയങ്കര ആഗ്രഹം നമ്മുടെ പഴയ കാലം നമ്മുടെ കൂടെ മിമിക്രി കളിച്ച എല്ലാവരും കൈരളിയുടെ മുൻപിൽ കൂടെ തന്നെ നമ്മുടെ പഴയ സൗഹൃദം ജനങ്ങളുമായിട്ട് പുതുക്കണം ഭയങ്കര ആഗ്രഹമാണ്. അന്ന് ഞാൻ ആ ട്രൂപ്പിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളായിരുന്നു. അപ്പൊ മണിച്ചേട്ടൻ വന്നിട്ട് ഈ ഡെയിലി തെങ്ങുമ്പേ തന്നെ ഷൂട്ടിങ് താഴെ ഇറക്കിയുള്ള പരിപാടി ഇല്ലെന്നൊക്കെ പറയും. പിന്നെ കാതിലൊരു കിന്നാരത്തിനൊന്ന് മണിച്ചേട്ടനൊരു SI ആയിട്ടോ മറ്റോ പിന്നെ ഞാൻ ഓർക്കുന്നൊരു കാര്യം, മണിച്ചേട്ടൻ ചിലപ്പോൾ ഓർമ്മ കാണത്തില്ല. മണിച്ചേട്ടൻ അന്ന് പിന്നെ ഈ ഗൾഫ് പ്രോഗ്രാമിനൊക്കെ പോയി തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. അപ്പൊ മണിച്ചേട്ടൻ്റെ ബ്രീഫ് കേസിൽ ഒരു ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിരുന്നു, സിദ്ദിഖേട്ടനായിട്ട് ഇങ്ങനെ കഴുത്തില്. അപ്പൊ എന്റെ ഞാനിത് സിദ്ദിഖേട്ടൻ അത് നമ്മുടെ അത്ഭുതം തന്നെയല്ലേ. കാരണം നമ്മള് സിനിമയിലെ ഒരു താരമായിട്ട് തൊട്ടടുത്ത് കെട്ടിപ്പിടിച്ചേക്കാന്ന് പറയുമ്പോ അത് മണിച്ചേട്ടൻ വലിയൊരു ഫോട്ടോ ആയിട്ട് തന്നെ. ആ ഫോട്ടോ എപ്പോഴും ഇരിക്കുന്നുണ്ട് എന്റെ അടുത്ത്. ആണ്. അല്ല, ഇപ്പൊ അവരൊക്കെ ആയിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്ത് ഒരുപാട് ഇതായിട്ട് അഭിനയിക്കുമ്പോ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് മണിച്ചേട്ടൻ? സിദ്ദിഖാക്ക് ഇപ്പോഴും ആ പഴയൊരു സ്നേഹം നിലനിർന്ന് കൊണ്ടുപോകുന്ന ഒരാളാണ്. ആളെപ്പോഴായാലും പിന്നെ നല്ല കലാകാരന്മാരെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുകയും അവരോട് ഇഷ്ടം തോന്നുകയും ചെയ്യുന്ന ഒരാളാണ്. എനിക്കത് അങ്ങനെ കൂടുതലും പിന്നെ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന ബെൻ ജോൺസണിന്റെ ഒരു സീനുണ്ട്. നമുക്ക് ആ ബെൻ ജോൺസണിന്റെ സീനൊന്ന് കാണിച്ചു കൊടുക്കും. വേറെ ഒന്നല്ല, സിദ്ദിഖ് തന്നെ പറയുന്നുണ്ട്, നീ എന്റെ ജൂനിയർ ഓഫീസറായിട്ടല്ല കാണുന്നത്, നീ എന്റെ സ്വന്തം അനിയനായിട്ടാണ് കാണുന്നത്. അപ്പൊ തന്നെ അറിയാൻ പറ്റും അത് ഇക്ക അത്രയും നമ്മളോട് സ്നേഹത്തോടു കൂടി തന്നെ പറഞ്ഞാണ്. നമുക്ക് ബെൻ ജോൺസണിലെ ആ ഇക്ക സ്വന്തം അനിയനോട് പറയുന്ന പോലുള്ള സീനൊന്ന് കണ്ടിട്ട് നമുക്ക്